ഇവരൊക്കെയാണ് കേട്ടോ നമ്മൾ ഓഫീസർമാരെ എത്തിയിരിക്കണം അവിടെ രജിസ്റ്റർ ചെയ്യണം. അപ്പം ബാഡ്ജ് കിട്ടും, അതൊക്കെ ധരിക്കണം. ഇതാണ് എൻ്റെ മകൻ. ബസ്സൊക്കെ പോകണം കേട്ടോ. എൻ്റെ 5ാമത്തെ അപ്പച്ചിയുടെ ചെറുമോനാണ്, മകൻ്റെ മകൻ. ഇത് 3ാമത്തെ അപ്പച്ചിയുടെ ചെറുമോൻ, മകളുടെ മകൻ, ചെറുമോൻ, മകളുടെ ചെറുമോനാണ്. എൻ്റെ അച്ചാച്ചനെ കാണണ്ടേ? ഇതാണ് കേട്ടോ അച്ഛൻ്റെ അച്ഛനാണ്. എൻ്റെ അച്ഛൻ ഇതാണ് കേട്ടാണ് എൻ്റെ അച്ഛൻ. അച്ഛനും അച്ഛൻ്റെ സഹോദരങ്ങളും ഫാമിലിയാണ് ഈ കാണുന്നത്. കുറച്ച് പേരൊക്കെ നമ്മളിവിടെ ഇപ്പോൾ ഉള്ളൂ. എൻ്റെ അമ്മയാണിത്. ഞങ്ങളുടെ മാർഗദർശികൾ എൻ്റെ സഹോദരനും അപ്പച്ചിയുടെ മോനുമാണ്. ഇത് സഹോദരങ്ങളാണ്. ഇവരൊന്നും നമ്മുടെ ഇവിടെ ഇപ്പം ഇല്ല. വളരെ വിഷമമുണ്ട്. അനിയത്തിയും ഫാമിലിയുമാണ്. ഇത് എൻ്റെ ഹസ്ബൻഡാണ്. ഇതെല്ലാം എൻ്റെ ബന്ധുക്കളാണ് കേട്ടോ. ഇതെൻ്റെ മകനാണ്. ഇതാണ് ഞങ്ങളെ കുടുംബസംഗമം. ഞങ്ങളുടെ പാട്ടും കേൾക്കാം. കൈവിടാതെ നിന്നു ഞങ്ങളെ നാവികൾ നീ പ്രാർത്ഥിക്കൂ. കാവിവന്തോടിക്കും ഒന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം പുരളുന്നിയാൽ നെഞ്ഞിടും തീർത്തുപോലുള്ള നെഞ്ഞില വസ്ത്രാണി മുട്ടാതെ തന്നുരക്ഷിച്ചു ഞങ്ങളെ ധന്യരാകുന്ന നീയൊന്നു സഖി ഞങ്ങൾക്ക് തമ്പുരാ. ആഴിയും നിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിന്മതിമയും നീയും എന്നുള്ളിലാകണം. നീയല്ലോ
സത്യജ്ഞാനമാനന്ദം നീ തന്നെ പ്രമാണവും ബോധവും ഭാവിയും വേറെല്ലാതൊഴിയും നീ അകലവും കുറവും നിന്നും മഹിമവാർന്ന നിന്നതും പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ് ഭഗവാനേ ദേഹിയുക മഹാദേവ ദിനാവനപരായണ ജയിക്കുക ചിദാനന്ദ ദയാസിന്ധു ജയിക്കുക ആഴമേറും നിൻ മഹസ്ത ആഴിയിൽ നന്മകളെ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. കൊച്ചരിയെത്തി എൻ്റെ പ്രിയമുള്ളവരെ, അടുത്ത അനുശോചനമാണ്. നമ്മൾ ഈ അടുത്ത കാലത്ത് നമ്മുടെ കുടുംബത്തിൻ്റെ ഏറ്റവും പ്രിയനായിട്ടുള്ള 2 വ്യക്തിത്വങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ശ്രീ ബാബുണ്ണൻ, അതുപോലെ തന്നെ ശ്രീ ചന്ദ്ര ചേച്ചി. അവർക്ക് വേണ്ടിയുള്ള അനുശോചനം രേഖപ്പെടുത്തലാണ്. ബാബുണ്ണനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ബാബുണ്ണൻ അറിയാം, നമ്മുടെ കുടുംബത്തിൻ്റെ ഏറ്റവും പ്രിയനായ ഒരു വ്യക്തിത്വമായിരുന്നു ബാബുണ്ണൻ. ആയിട്ട് കിട്ടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഏത് വേദിയിലും ഇവിടെ പോയാലും ആ കുടുംബങ്ങളുടെ ആ സദസ്സിനെ മുഴുവൻ കൈയെടുക്കുന്ന വലിയൊരു മനസ്സിലുള്ളവരായിരുന്നു അദ്ദേഹം. എല്ലാവർക്കും പ്രിയപ്പെട്ട ആളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് മറക്കാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഇങ്ങനെ മനസ്സിൽ ഓടി വരികയും അദ്ദേഹം ഗൾഫിൽ പോകുന്ന സമയത്ത് ഓർമ്മ ഉണ്ടാകും. അന്ന് ആദ്യമായിട്ടൊരു ഗൾഫിൻ്റെ ഒരു വസ്ത്രം, ഒരു തുണി നമ്മളെ കയ്യിൽ കിട്ടുന്നത് ബാബുണ്ണനിൽ നിന്നാണ്. അത് നമുക്ക് ഒരിക്കലും മറക്കാൻ എനിക്ക് കഴിയില്ല. നമ്മളന്ന് കിട്ടിയിട്ടുള്ളവരും മറക്കില്ല. അത്ര ഒരു ഓർമ്മ നിൽക്കുന്ന, തങ്ങി നിൽക്കുന്ന, വിഷമം തോന്നുന്ന വലിയൊരു വിടവാങ്ങലാണ് അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ ഈ കുടുംബം അദ്ദേഹത്തിൻ്റെ പേരിൽ അനുശോചനം രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ചന്ദ്ര ചേച്ചിയും അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ വളരെ പ്രിയങ്കരായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. ഒരു കുറേ കാലം മക്കളില്ലാത്തതിൻ്റെ 5ാമത്തെ കുടുംബവാർഷിക ആഘോഷത്തിൻ്റെ പങ്കെടുത്തവർക്ക് എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ACFിൻ്റെ സെക്രട്ടറിയും നമ്മുടെ കുടുംബത്തിൻ്റെ പ്രിയങ്കരനും നമ്മുടെ ഈ പ്രോഗ്രാം നടത്തുന്നതിന് വേണ്ടി ഈ സമയം വരെയും വളരെ പ്രയത്നിച്ചുകൊണ്ട് നടത്തുന്ന നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള സെക്രട്ടറി ശ്രീ മുരുകനെ ഏറെ സ്നേഹാദരങ്ങളോടുകൂടി സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. നമ്മുടെ 5ാമത്തെ വാർഷിക ആഘോഷ പരിപാടികളാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ടെത്തിയ എല്ലാ കുടുംബാംഗങ്ങൾക്കും ആദ്യം സ്വാഗതം പറയുന്നു. ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന നിങ്ങളുടെ പ്രസിഡന്റ് ശ്രീ ബിനുവിനെ ആദ്യം സ്വാഗതം പറയുന്നു. നമ്മുടെ ACFിൻ്റെ മുഖ്യ രക്ഷാധികാരിയും കുട്ടത്തറ വാർഡ് കൗൺസിലറുമായ നമ്മുടെ പ്രിയങ്കരനായ അണ്ണച്ചി, അദ്ദേഹത്തിനും സ്വാഗതം പറയുന്നു. അതുപോലെ മുഖ്യ രക്ഷാധികാരി അണ്ണച്ചിക്ക് സ്വാഗതം പറയുന്നു. മുഖ്യ കാര്യദർശികളിൽ ഒരാളായ ശ്രീ അച്യുതൻ കോൺട്രാക്ടർ അവരുടെ മക്കളിൽ ജീവിച്ചിരിക്കുന്ന ഒരാളായ ശ്രീ ഭാസ്കര മാമിനെ സ്വാഗതം പറയുന്നു. അടുത്തതായി ശ്രീ അച്യുതൻ കോൺട്രാക്ടറുടെ മക്കളിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏകമാളായ നമ്മുടെ യശോദ പെരുമിക്ക് നിങ്ങളുടെ പേരിലും എൻ്റെ പേരിലും ഈ സംഘടനയുടെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി നമ്മുടെ പ്രിയങ്കരനായ ജയചേട്ടന് നിങ്ങളുടെ പേരിലും ACFിൻ്റെ പേരിലും എൻ്റെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. മുഖ്യ കാര്യദർശികളിൽ ഒരാളായ വസന്തകുമാർ പിന്നെ സുന്ദരമാമിക്ക് സ്വാഗതം ആശംസിക്കുന്നു.
നമ്മുടെ ഒരു അറിയിപ്പിലൂടെ ഇത്രയും കുടുംബാംഗങ്ങളെ നമുക്ക് ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞു. അത് തന്നെ വലിയൊരു വിജയമാണ്. ഈ പരിപാടിയുടെ ഒരു വലിയ വിജയമാണ്. നമ്മുടെയൊക്കെ ഈ ഒത്തുചേരലുകളെ വലിയൊരു വിജയമാണ്. കാരണം ഇന്ന് ആർക്കും സമയമില്ലാത്തൊരു കാലമാണ്. അപ്പോൾ അവിടെ ഇത്രയും പേര് ഒന്നിച്ചു കൂടുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോൾ പങ്കെടുക്കാൻ വന്ന എല്ലാ കുടുംബാംഗങ്ങളുടെയും ആദ്യം സ്വാഗതം പറയുന്നു. അതുപോലെ ഇനിയും നമ്മുടെ ഈ പ്രവർത്തനവുമായി സഹകരിച്ച് എല്ലാവരും മുന്നോട്ട് പോകാൻ ഒപ്പം ഉണ്ടാകുമെന്ന് കരുതിക്കൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിളിച്ചിട്ടുണ്ട്. സംഗമത്തിന് ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് നമ്മുടെ കുടുംബത്തിൻ്റെ പ്രിയങ്കരനും കുടുംബത്തിൻ്റെ ലീഡറും തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലറുമായ നമ്മളെ എല്ലാവരും സ്നേഹത്തോടെ അയൽക്കാരും വീട്ടുകാരും ഒക്കെ അണ്ണച്ചി എന്ന് ഓമന പേര് വിളിക്കുന്ന ഞങ്ങളുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള ശ്രീ രാജേന്ദ്രൻ അമ്മകളെ ഏറെ സ്നേഹാദരവോടുകൂടി 5ാമത് കുടുംബവാർഷിക ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വിനയപൂർവ്വം ശ്രമിക്കുന്നു. അഞ്ചാമത് വാർഷികമാണ് നമ്മളിന്ന് നടത്തുന്നത്. ഇതിനിടയിൽ കോവിഡ് സമയത്ത് 2 വർഷം നമുക്ക് ഇത് നടത്താൻ കഴിയാതെ വന്നുപോയി, അല്ലെങ്കിൽ 7 വർഷം ആകുമ്പോൾ 5 വർഷവും നമ്മൾ വളരെ നന്നായിട്ട് വളരെ ഭംഗിയായിട്ട് ഇതിനെ നടത്താൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമാണ് നിങ്ങൾക്ക് എനിക്ക് അറിയിക്കുന്നുണ്ടായത്. ഞാനത് സ്വാഗത പ്രസംഗം പറഞ്ഞാണെങ്കിൽ നമുക്ക് അടുത്ത കാലത്ത് ഒരു മരണം സംഭവിച്ചതിൻ്റെ ഭാഗമായിട്ട് ഈ പരിപാടി നടത്തണോ വേണ്ട എന്നുള്ളൊരു ചിന്താകുഴപ്പത്തിലായിരുന്നു ഇതിൻ്റെ സംഘാടകർ ആദ്യം ആലോചിച്ചത്. എന്തായിരുന്നാലും നമ്മൾ മുടങ്ങണ്ട, ഇത് നടത്തണം എന്നൊരു തീരുമാനം എക്സിക്യൂട്ടീവ് കമ്മിറ്റി എടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കിത് നടത്താൻ വേണ്ടി കഴിയുന്നത്. കാരണം സാധാരണ തിരുവാതിര കഴിവോടുകൂടിയാണ് ഈ സംഗമം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ തിരുവാതിര കഴിയെന്ന് പറയുമ്പോൾ 1 മണിക്കൂർ കൂടുതൽ തന്നെ നമുക്ക് അതിൽ വിനിയോഗിക്കാൻ കഴിയും. ആ രീതിയിലുള്ള പരിപാടികളാണ് പ്ലാൻ ചെയ്യുന്നതും നടന്നുകൊണ്ടിരുന്നത്. നമ്മുടെ ചന്ദ്രീര മരണത്തോടുകൂടി അത് വേണ്ടാന്ന് ഈ പ്രാവശ്യം തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് മറ്റ് കലാപരിപാടികൾ കുട്ടികളുടെയും നമ്മുടെ കമ്മിറ്റി അംഗങ്ങളെയും നന്നായിട്ട് പാടുന്നവരും ഇതിനകത്തുണ്ട്. അവരെ പാട്ടോടുകൂടിയൊക്കെ നമുക്ക് ഇത് സമീപിക്കാവുന്നതിലാണ് നമ്മൾ ഇന്ന് ഈ നടത്താൻ വേണ്ടി മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മളെ കുടുംബത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ യാതൊരു വലിയ സമ്പന്നന്മാരുടെ ജീവിച്ചില്ലെങ്കിലും ഒരു കുറവുമില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളും ജീവിക്കാനുള്ള ഭാഗ്യവും നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മളെ കുടുംബത്തിലിപ്പം ഈ പറയുമ്പോൾ എടുത്തു പറയുമ്പോൾ തന്നെ അടുത്ത കാലത്ത് വന്ന
മുന്നിട്ടിറങ്ങിക്കൊണ്ട് തന്നെ അതിനെ തീർക്കുന്ന കാര്യങ്ങൾ ചില കാര്യങ്ങൾക്ക് സംസാരിച്ച് തീർക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ തരും. അല്ല സംസാരിച്ച് തീർക്കാൻ കഴിയാത്ത കാര്യമുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ ഇടപെട്ടുകൊണ്ടെല്ലാം പരിഹരിച്ചു പോകുന്ന ഒരാളായിരുന്നു ഗോവൻ. അപ്പോൾ സെക്രട്ടറി പ്രസിഡന്റായിട്ട് അവർ പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ വർഷവും ഇത് നന്നായിട്ട് നടത്താൻ വേണ്ടി കഴിയുന്നത് അവരെ രണ്ടുപേരെ കഴിവ് എന്നാണ് പറയാം. എന്താ പറഞ്ഞാൽ നമ്മളിപ്പോഴും ഓരോ ദിവസം പറഞ്ഞാലും ഇവരെ ഓർമ്മിക്കാത്ത ദിവസങ്ങളില്ല. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചവരാണ്. സുരേഷിനെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം, സെക്രട്ടേറിയറ്റിലെ ഉയർന്ന ഉദ്യോഗസ്ഥരാണെന്ന്. ഗോവൻ കരാർ പണിയൊക്കെ ചെയ്ത് കൺട്രാക്ട് പണിയൊക്കെ ചെയ്ത് ആ രീതിയിൽ ലോറിയും മറ്റ് വാഹനങ്ങളിലും ജീവിച്ചവരാണ്. ആർക്കും പ്രയാസമില്ലാത്ത ജീവിച്ചവരാണ്. നമ്മളത് കുടുംബത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ പറയുമ്പോഴേ നേരത്തെ ഞാൻ സൂചിപ്പിക്കണമെങ്കിൽ വലിയ പ്രശ്നങ്ങളും വലിയ വാരാപ്യങ്ങളും വലിയ കുഴപ്പങ്ങളും ഇല്ലാത്ത രീതിയിൽ നമ്മളിപ്പോൾ ജീവിച്ചു പോകുന്നുണ്ട്. അത് നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു ഭാഗ്യം തന്നെ പറയാം. ഇതിൽ ഞങ്ങൾക്ക് ആ കുടുംബത്തിൽ ഒരാളിനെ എടുത്തു പറയാനുള്ള ഒരാളുണ്ട്. എൻ്റെ അപ്പൂപ്പൻ അച്ഛൻ റാങ്കിൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ സേലം സുകുമാരൻ എന്ന് പറഞ്ഞൊരു ആൾ നമ്മുടെ കുടുംബത്തിലുണ്ടായിരുന്നു. അത് പുതിയ തലമുറയ്ക്ക് അറിഞ്ഞുകൊണ്ടാണ്. പുതിയ തലമുറയ്ക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ അവിടെ സൂചിപ്പിക്കുന്നത്. ആ കുടുംബത്തിൽപ്പെട്ട അംഗങ്ങൾ പുതിയ തലമുറ വന്നിരിക്കുകയാണ്. പുറത്ത് പോയി പഠിക്കുന്ന കുട്ടികളുണ്ട്. അതേമാതിരി തന്നെ എന്ത് കോഴ്സുകളെടുത്ത് പഠിച്ച് മിടുമിടുക്കനായി വരുന്ന കുട്ടികളുണ്ട്. നമ്മുടെ കുടുംബത്തിനെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്ന് നിങ്ങൾക്കറിയാം, നേരങ്ങളുടെ ചാനൽ തുറന്നാലും പത്രങ്ങൾ തുറന്നാലും ബ്രൈം ഷുഗറും കഞ്ചാവിൻ്റെ ഒരു വേട്ടയാണ് കേരളത്തിൽ നടക്കുന്നത്. പിടിക്കുന്നതിന് ഒരു കുറവില്ല, പറഞ്ഞതിന് കുറവില്ല. നമ്മുടെ കുടുംബത്തിനെ സംബന്ധിച്ച് ഒരു കുട്ടികൾ പോലും അതിലേക്ക് ഇതുവരെയും വഴി തെറ്റിയിട്ടില്ലാത്തത് ഞങ്ങളുടെ കുടുംബഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ആ രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ കുടുംബത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഒരു കാര്യം. ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒറ്റ കുട്ടികളും അല്ലെ ഒരു മുതിർന്ന ആളുകൾ പോലും അങ്ങനെ ഒരു രീതിയിലേക്കും അങ്ങനെ ഒരു സന്ദർഭത്തിലോട്ടും ആരും ഇതുവരെ തിരിഞ്ഞു പോകാത്തത് വലിയൊരു നേട്ടമാക്കി തന്നെ നമ്മുടെ കുടുംബത്തേക്കാണ്. കുടുംബം എന്ന് പറയുമ്പോൾ ഈ പറയുന്നവർക്ക് നമ്മൾ ചിലയിരിക്കുന്നവരല്ല. ഇതിൽ കുടുംബത്തിലെ വള്ളിയും ചുള്ളിയിലും പല ഭാഗങ്ങളിലും പലയിടത്തും താമസമുണ്ട്. ആരിടത്തുനിന്ന് ഇങ്ങനൊരു പരാതി കഞ്ചാവടിച്ചെന്ന കരപ്പടിച്ചെന്ന ഈ ലഹരിക്ക് അടിമയായി ഇന്നാരം കിടക്കുന്ന ഇന്നാരം മോള് പോകുന്ന നമുക്ക് ഇതുവരെ ഒരു വാർത്ത കേൾക്കാൻ കഴിയാത്തത് ഏറ്റവും നമ്മുടെ കുടുംബഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഈ വർഷം നേരത്തെ സ്വാഗതം പറഞ്ഞാൽ ഇങ്ങനെ ഒരു കൂട്ടത്തോടു കൂടി ഇത്രയും കൂട്ടത്തോടു കൂടി നടത്താൻ കഴിയുമെന്നുള്ളതിൽ ഞാൻ പോലും വിചാരിച്ചില്ല. കാരണം ഇങ്ങനെ ഒരു മരണം സംഭവിച്ചു, വേണോ വേണ്ടെന്നുള്ളൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത്. എന്താ പറഞ്ഞാൽ ഇതിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറിയും ഇതിൻ്റെ മുൻകൈ എടുത്ത് ആളുകൾ മുൻകൈ എടുത്തുകൊണ്ട് തന്നെ ഇത്രയും ആളുകളുടെ പങ്കെടുത്തത് ഞാൻ കാണുന്നുണ്ട്. കാരണം ഇത് തുടക്കത്തിൽ 10-30 പേരെ ഉള്ളായിരുന്നു. അപ്പോൾ എനിക്ക് ഇനുവിൻ്റെ മോനാണ് എടുത്തുകാരൻ. ഞാൻ കേട്ട് അവരേക്ക് ആൾ വരെ നിങ്ങൾ സമാനപ്പെടി 100 പേര് വരും എന്നാ പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ 100 പേരിന് പുറത്ത് നമുക്ക് ഇതിൽ പങ്കെടുക്കുകയാണ്. ഇതിലോ പുതിയതായിട്ട് ആദ്യമായിട്ട് വന്നത് തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ ശ്യാം മോഹൻ്റെ മോള് വിശ്വകുമാരി എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ചെറുതായിട്ട് ഞാൻ കാണുന്നില്ല. അവർ കഴിഞ്ഞ വന്നവരെ വരാത്ത അവരുടെ കുഴപ്പമില്ല, നമ്മൾ അവരെ വിളിച്ചില്ലാണ്, അതുകൊണ്ടാണ് വരാത്തത്. എന്താണെന്നാൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇവിടെയുള്ള ബന്ധുക്കളടക്കം വന്നിട്ടുണ്ട്, അടുത്തുള്ള ബന്ധുക്കൾ വന്നിട്ടുണ്ട്. വളരെ സന്തോഷമായിട്ട് നമുക്ക് ഈ അഞ്ചാം വാർഷികം നടത്താൻ വേണ്ടി കഴിഞ്ഞതിൽ നിന്ന് വളരെ സന്തോഷമാണ്. അടുത്ത ജില്ലകൾക്ക് ഇപ്പോൾ തിരുവാതിര നടത്തുന്നതിനെ കൊണ്ട് സ്ഥിരം കളിച്ചുകൊണ്ടിരുന്ന തിരുവാതിര കളിക്കാർക്ക് വലിയ പരാതിയുണ്ട്. എന്തുകൊണ്ട് ഒഴിവാക്കിയതെന്നാണ് അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അടുത്തവണ മുന്നോട്ട് കൊണ്ടുവരണം. ഇപ്പോഴത്തെ ഒരു വിശേഷം എടുത്തു പറയേണ്ട കാര്യം വെച്ചാൽ നമ്മുടെ കുടുംബത്തിലൊരു കല്യാണം ഇപ്പോൾ കഴിഞ്ഞുകൊണ്ട് ഈ മാസം തന്നെ 13-ാം തീയതിയാണെന്ന് ഏറ്റവും ഓർമ്മേണ്ടത്. അവരുടെ കുടുംബങ്ങളും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. ആ കുടുംബങ്ങളെ വന്നതിൽ തന്നെ വളരെ സന്തോഷമുണ്ട്. അതിൻ്റെ പരുപരമായ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. അതും നമുക്കൊരു സന്തോഷ വാർത്തയായിട്ട് നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞതിൽ തന്നെ വളരെയധികം നന്ദി എനിക്ക് നിങ്ങൾക്ക് രേഖപ്പെടുത്തുന്നുണ്ട്. കാരണം നല്ലൊരു കാര്യമാണ് നടന്നത്. ആ കുടുംബത്തിൽ ഇപ്പോൾ തന്നെ അവസാനം നടന്ന കല്യാണം തന്നെ നിങ്ങളെല്ലാം പങ്കെടുത്തിരിക്കും. എല്ലാ കുടുംബാംഗങ്ങൾക്ക് ഒറ്റക്കെട്ടിയതായിട്ട് നിന്ന് എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതെല്ലാം ഇടപെട്ടുകൊണ്ട് ഇത് അതിൻ്റെ അച്ഛൻ താമസിക്കലേക്ക് സേലത്താണ്, തിരിച്ചുകൊണ്ടാണ്, മധുവിന് കൂടെ ജനിച്ചു വളർന്നെങ്കിലും കൂടെ വലിയ പരിചയവും കാര്യങ്ങളും ഇല്ലെങ്കിലും അതിൻ്റെ എല്ലാ ചുമതലയും കാര്യങ്ങളും നമ്മുടെ കുടുംബാംഗങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന്
ചെയ്തുകൊണ്ട് എല്ലാം അവനെ സഹായിച്ചുകൊണ്ട് കല്യാണം വളരെ ഭംഗിയായിട്ട് തിരുവനന്തപുരത്ത് വെച്ച് തന്നെ കല്യാണം നടന്നത് വളരെ ഭംഗിയായിട്ട് നമുക്ക് അതിനെ ആ കല്യാണം നടത്താനും വേണ്ടി കഴിഞ്ഞു. നമ്മളൊരു സ്വരൂപിൻ്റെ ഭാഗമാണ്. അടുത്ത വർഷം ഞങ്ങളുടെ നീട്ടുന്നില്ല ഒരുപാട് കാര്യങ്ങളുണ്ടെന്നാണ് ഇത് പറയുന്നത്. അടുത്ത വർഷം ഇതിനേക്കാളും നല്ല ഗംഭീരമായിട്ട് നിങ്ങളെയൊക്കെ പരാതിയൊക്കെ തീർത്ത് ഈ കലാപരിപാടികൾക്ക് എണ്ണം കൂട്ടിക്കൊണ്ട് തന്നെ ഡാൻസ് അടക്കാറുന്നാലും തിരുവാതിര കളിയായിരുന്നാലും കുറേ കൂടെ മെച്ചപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയും. ഞാൻ കൗൺസിലറിന് ശേഷം എനിക്ക് 2012 എനിക്ക് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞു. അന്ന് ഞാൻ അവിടെ മത്സരിച്ച് മുട്ടത്തറ ആദ്യമായിട്ട് മത്സരിക്കുന്നതാണ്. എല്ലാ താമസിക്കുന്ന സ്ഥലത്തിനേക്കാളും 3 വാർഡ് അപ്പുറം പോയാണ് ഞാൻ മത്സരിക്കുന്നത്. മുട്ടത്തറ എന്ന് പറയുമ്പോൾ താമസിക്കുന്ന സ്ഥലവും മുട്ടത്തറയായിട്ട് 3 വാർഡിൻ്റെ വ്യത്യാസമുണ്ട്. ആ പ്രാവശ്യം എനിക്ക് നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കാൻ കഴിഞ്ഞു. അതിൽ തന്നെ നമ്മളെ കുടുംബാംഗങ്ങളുടെ ചില ആളുകളുടെ മുഖങ്ങൾ നോക്കി ചില ആളുകളുടെ ബന്ധങ്ങൾ കണക്കാക്കി എനിക്ക് വോട്ട് ചെയ്തവരുണ്ട്. ഞാൻ ഇലക്ഷന് വേണ്ടി ചെന്നപ്പോൾ തന്നെ എൻ്റെ അപ്പൂപ്പനെ അറിഞ്ഞുകൊടുത്ത മുട്ടത്തരമുള്ള നമുക്ക് വോട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് വോട്ട് ചെയ്തവരുണ്ട്. അതല്ലെങ്കിൽ എൻ്റെ മാമൻ രവിചന്ദ്രാക്ക് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാത്ത ആരുമില്ല. അദ്ദേഹത്തിൻ്റെ ശേഷാടന രവിയുടെ ശേഷാടനാണ് നമുക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്ത ആളുകൾ പറഞ്ഞുകൊണ്ട് വോട്ട് ചെയ്ത ആളുകളുണ്ട്. വലിയ മത്സരമുണ്ട്. അടുത്ത മത്സരമാണ് BJP ഞാനായിട്ടുള്ള മത്സരമായിരുന്നു. അടുത്ത മത്സരം എന്നാലും 1200 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ എനിക്ക് അത് ജയിക്കാൻ കഴിയും. അതിനുശേഷം ആ വാർഡ് മകള വാർഡായി. ആ പ്രാവശ്യം ഞാൻ മത്സരിച്ചില്ലെങ്കിലും എൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ളതിൽ തന്നെ ആണ് എനിക്ക് ജയിപ്പിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും രണ്ടാമത്തെ പ്രാവശ്യം മത്സരിക്കുമ്പോഴും വലിയ ടൈറ്റ് മത്സരമായിരുന്നു. അന്നത്താണെന്നല്ല BJP എങ്ങനെയെങ്കിലും ഈ സീറ്റ് പിടിക്കും എന്നുള്ള രീതിയിൽ ആ രീതിയിലുള്ളൊരു മത്സരമാണ് വന്നത്. എന്നാലും എനിക്ക് അവിടെ നല്ല ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കാൻ കഴിഞ്ഞു. എനിക്ക് കുറേ കാര്യങ്ങൾ അവിടെയുള്ള ജനങ്ങളെ സഹായത്തോടുകൂടി എൻ്റെ പാർട്ടിയുടെ കഴിവിൻ്റെ ഭാഗമായിട്ട് കുറേ കാര്യങ്ങൾ എനിക്ക് അവിടെ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. ഇപ്പം തന്നെ ഈ തിരുവനന്തപുരം നഗരസഭയിൽ ഒരു ആശുപത്രി അവിടെ തുടങ്ങിയിട്ട് 1 കൊല്ലം ആയില്ല. അതിൻ്റെ ഉദ്ഘാടനമൊക്കെ ഗംഭീരമായിരുന്നു. മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. ആ രീതിയിലുള്ള വികസനങ്ങളൊക്കെ കുറേയൊക്കെ എനിക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. ഇങ്ങനെയും മോശമില്ലാത്ത രീതിയിൽ ഒരഭിപ്രായ വ്യത്യാസവും വരാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ ഒരു സന്തോഷം എൻ്റെ കുടുംബാംഗങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുണ്ട്. നിങ്ങളെ അറിയിക്കാനുള്ള ഒരു കടമയെന്നുള്ളതിലാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. എന്താണ് ഇന്നത്തെ 5ാം വാർഷികം ഉദ്ഘാടനം ചെയ്യാനുള്ള അവസരം എനിക്ക് വീണ്ടും ഉണ്ടായതിൽ ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ 5ാം വാർഷികം ഉദ്ഘാടനം ചെയ്യാത്ത അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ കേൾക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കനായിട്ടുള്ള ജയനബ് ഏറ്റവും തിരക്കുള്ള ഇന്നിപ്പം ഓടി നടക്കുന്ന ഓരോ ദിവസവും പ്രോഗ്രാമുകളായിട്ട് നടക്കുന്ന പ്രിയങ്കനായിട്ടുള്ള ശ്രീ ജയനബ് അവരുടെ ഏറെ സ്നേഹാദരങ്ങളോടെ 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ആരും നമസ്കാരം പറയില്ല. നമ്മൾ നമസ്കാരം പറഞ്ഞാൽ നിങ്ങൾ നമ്മുടെ കുടുംബാംഗങ്ങൾ അപ്പോൾ എൻ്റെ കുടുംബത്തിൽ ഉൾപ്പെടുത്തില്ല എന്നാണ്. അപ്പം നമസ്കാരം. ഈ അച്യുതൻ കോൺട്രാക്ടർ ഫൗണ്ടേഷൻ്റെ 5ാമത്തെ വാർഷികം ഇവിടെ ആഘോഷിക്കുകയാണ്. ഈ ആഘോഷ പരിപാടിക്ക് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ കുടുംബാംഗങ്ങൾക്കും ഈ വേദിയിലും സദസ്സിലുള്ള എല്ലാവർക്കും ആദ്യമായി സ്വാഗതം അർപ്പിക്കുക. കുടുംബ സമ്മേളനം, കുടുംബ സംഗമം എന്ന് പറയുമ്പോൾ ഈ കുടുംബത്തിനെ എങ്ങനെയാണ് നമ്മൾ താലോലിച്ച് വളർത്തുന്നത്. ഇപ്പോൾ സ്വാഗതം ഇവിടെ ആശംസിച്ചല്ലോ. ആദ്യം ആശംസിച്ചപ്പോൾ ആർക്കും കൈകടിച്ചില്ല. എല്ലാവരും ഇടത് കൈയിട്ടും വലത് കൈയിട്ടും ഒക്കെ പൂവുകൾ കൊടുത്ത് വെൽക്കം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ യശോദ അപ്പച്ചിക്ക് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി കൈയടിച്ചു. അപ്പോൾ ഈ കുടുംബത്തിലുള്ള ഏറ്റവും മികച്ച പ്രാവീണ്യം കൊടുത്തിട്ടുള്ളത് ഏറ്റവും ഒരു ഉന്നത പദവിയിലുള്ള ആള് യശോദ അപ്പച്ചി എന്നിവിടെ എല്ലാവരും കൈയടിച്ച് കാണിച്ചു. അപ്പോൾ അവർക്കാണ് മുൻഗണന. എന്തായാലും ഈ കുടുംബ ഐക്യം നമ്മുടെ ഈ കുടുംബത്തിലെ ഈ അച്യുതൻ കോൺട്രാക്ടറുടെ കുടുംബത്തിൽ വലിയ വിലപിടിപ്പുള്ള ജീവനുകൾ നഷ്ടപ്പെട്ടു.
നഷ്ടപ്പെട്ടതിൻ്റെ വിള്ളലുകൾ, അതിനെയെല്ലാം സഹിക്കാനും ക്ഷമിക്കാനുമുള്ള കഴിവ് ജഗദീശ്വരൻ ഓരോരുത്തർക്കും തന്നിട്ടുണ്ട്. അത് ആ കുടുംബമെല്ലാം നേരത്തെ ഉള്ളതിനേക്കാൾ ഉയർച്ചയോടുകൂടി ഉന്നതിയിലേക്ക് പോകുവാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ഈ കുടുംബം എന്ന് പറയുമ്പോൾ കുടുംബത്തിനെ ഊട്ടി വളർത്തുന്നത് ഈ പക്ഷികൾ വളർത്തും പോലെയാണ്. പക്ഷികളെ വളർത്തുമ്പോൾ എങ്ങനെയാണ്? പക്ഷികളെ പിടിച്ച് കൂട്ടി ചേർത്ത് പിടിച്ചല്ലേ കുടുംബം എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച് ആ പക്ഷികൾ ചത്തുപോകും. അതേപോലെ കുടുംബത്തിലെ ആളുകളെ എല്ലാം കൂട്ടി എന്താ ഊൾപ്പടിയൊക്കെ നമ്മുടെ കൗൺസിലർ പറഞ്ഞ പോലെ എല്ലാവരും ചേർത്ത് വെച്ചാൽ എല്ലാവരും ചത്തുപോകും. അതിനേക്കാൾ കുറച്ച് ലൂസ് കൊടുത്താലോ അതങ്ങ് പറന്നു പോകും. കുറച്ച് ലാളിച്ച് ഓമനിച്ച് അണ്ണ അനിയ എന്നൊക്കെ പറഞ്ഞ് വോട്ട് പിടിക്കും. ക്യാൻവാസിങ് കപ്പാസിറ്റി ഉള്ള വോട്ട് പിടിത്തോണ്ടല്ല, അതേപോലെ എല്ലാവരെയും ചേർത്ത് പിടിക്കുമ്പോൾ ആ കുടുംബം കൂട്ടുകുടുംബമായിട്ടും നല്ലൊരു കുടുംബ സംഗമമായിട്ടും നമുക്ക് ആ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ നമ്മൾ ജീവിക്കാൻ യാത്ര തുടരുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഒറ്റയ്ക്കാണ് ജീവിതം കൊണ്ടുപോകുന്നത്. ജീവിതം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ജീവിതയാത്രയിൽ പല ആളുകളും വന്ന് നമ്മളോടൊപ്പം ചേരും. അതിൽ ആ നല്ലവരാകുന്ന നമ്മളോട് ചേരും. നമ്മളെ ചതിക്കുന്നവർ കാണും, നമ്മളെ സ്നേഹിക്കുന്നവർ കാണും, നമ്മളെ വളർത്താൻ വേണ്ടി വന്ന് ചേരുന്നവർ കാണും, നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി വന്ന് ചേരുന്നവർ കാണും. അവസാനം നമ്മൾ ഒറ്റയ്ക്ക് കാണുള്ളൂ. അതാണ് മനുഷ്യ ജീവിതം. ആ ജീവിതത്തിൽ നമ്മൾ തേരോടുമ്പോൾ നല്ല ജീവിതത്തിൽ നല്ല മാർഗത്തിൽ കൂടെ മുന്നേറിയാൽ അത് നല്ല ജീവിതവും നല്ല കുടുംബവും നല്ല കുടുംബ ജീവിതവും നയിക്കാൻ നമുക്ക് സാധിക്കും. ഒരു 2021 നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹം 4 ദിവസത്തിന് മുമ്പ് കാലം ചെയ്തു. അദ്ദേഹം നിത്യതയിൽ തന്നു. എന്താ? പാവപ്പെട്ടവരെ സ്നേഹിക്കുക, പാവപ്പെട്ടവരെ സഹായിക്കുക, അവരെ ഉയർത്താൻ ശ്രമിക്കുക. അപ്പം അവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ തയ്യാറാകണം എന്നാണ് മാർപ്പാപ്പ ലോകത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചത്. അപ്പോൾ ആ രീതിയിലുള്ള സമീപനം നമ്മുടെ ഭാഗത്ത് ഉണ്ടായാൽ നമ്മൾ എല്ലാവർക്കും ആ പാവപ്പെട്ടവർ അവരെ കൂടെ ഉയർത്തി നമ്മോടൊപ്പം ചേർത്ത് പിടിച്ചുകൊണ്ട് ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ വരുമ്പോൾ ആ കുടുംബവും ആ പ്രദേശവും എല്ലാം നല്ല നിലയിലോട്ട് ഉയരും എന്ന് ഉള്ളത് നമുക്ക് തീർച്ചയായിട്ടും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ഒരു നാട് നശിക്കുന്നത് തന്നെ ഒരു നാട് നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങുന്ന ആളുകളെ കൊണ്ടായിരിക്കില്ല, ഒരു തിന്മ ചെയ്യുന്ന ആളുകളെ കൊണ്ടായിരിക്കില്ല. എന്താ? ഈ തിന്മ ചെയ്യുന്ന ആളിനെ നമ്മൾ കണ്ടിട്ടും നമ്മൾ കണ്ണടച്ചുകൊണ്ടിരുന്നാൽ ആ തിന്മ കയറി ആ നാട് നശിച്ചു. അങ്ങനെ ഈ നമ്മൾ കണ്ണടച്ച് കാണാത്ത രീതിയിൽ ഇരുന്നാൽ ആ നാട് നശിക്കാൻ വളരെ താമസമില്ല. 1000 തിരികൾ തൻ ചുറ്റിലും എരിഞ്ഞാലും അക്ഷികൾ അന്ധമായാൽ എന്തൊരു പ്രയോജനം. അങ്ങനെ നമ്മൾ കണ്ണ് നോക്കി ജീവിതവും ജീവിത പാതയും നമ്മൾ നോക്കി സമൂഹവും നോക്കി സമൂഹത്തെ ഉയർത്താൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും വില്ലിങ്ങാവണം. അതേപോലെ ഇപ്പോൾ ഈ മയക്കുമരുന്ന് എന്നുള്ള കാര്യം വിദ്യാസമ്പന്നരായ ആളുകൾ തന്നെ പ്രേമം നടിച്ചുകൊണ്ട് കുട്ടികളെയും അവരുടെ വിദ്യാഭ്യാസത്തെയും അവരുടെ ജീവിതത്തെയും നശിപ്പിക്കാൻ വേണ്ടി അവർ മാരകമായ ലഹരി വസ്തുക്കളാണ് കൊടുത്ത് ആ കുടുംബവും ആ സമൂഹവും സമുദായവും എല്ലാം നശിക്കുന്നു. അങ്ങനെ നശിക്കുന്ന ഒരു പ്രവണത നമുക്ക് നമ്മൾ ഒറ്റപ്പെടുത്തണം. പ്രേമത്തിൻ തിളക്കം കണ്ടതു ചെന്നടുക്കായി ഭീമമാം ഖഡ്ഗത്തെക്കാൾ മൂർച്ചയേറിയതത്രേ. അങ്ങനെ ആ മൂർച്ചയേറിയ വാളിന് നമ്മൾ കൈക്കൊള്ളാൻ ആരും വില്ലിങ് ആവരുത്. അതിനെ നമ്മൾ ചെറുത്ത് തോൽപ്പിക്കാൻ നമ്മുടെ ആളുകളും നമ്മുടെ ബന്ധുക്കളും നമ്മുടെ സമുദായക്കാരും എല്ലാം ഒന്നിച്ച്
അനുസരിച്ച് നിങ്ങൾ ആളാൽ കഴിവുള്ള സഹായം ചെയ്യണം എന്ന് അവിടെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഓരോരുത്തരും പള്ളിയിൽ ഇറങ്ങി പോകുമ്പോൾ അവർ സഹായിച്ച് അങ്ങനെ ഓരോ ആഴ്ചയോട് സഹായിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ കുറേ കാലം കുറച്ച് ദിവസം അങ്ങനെ പൊയ്ക്കൊണ്ടപ്പോൾ ഈ സ്ത്രീ അവസാനമായിട്ട് പോകുന്ന ദിവസം ഈ അച്ഛൻ്റെ അഡ്രസ്സിനെ വാങ്ങിച്ചുകൊണ്ട് പോയി, അച്ഛൻ്റെ അഡ്രസ്സ്. അപ്പോൾ അതിനുശേഷം ഒരു 6 ആഴ്ച കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ ഒരു മണിയാണ് അച്ഛൻ്റെ പേരിൽ അങ്ങോട്ട് അയക്കുന്നു, ഈ അച്ഛൻ്റെ അഡ്രസ്സിൽ മണിയാണ് അയക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ മാസം അയച്ചപ്പോൾ അച്ഛൻ ഒരു ലെറ്ററും കൂടെ ആ സ്ത്രീ അയക്കുകയാണ്. അച്ഛാ, എൻ്റെ മകൾ IAS പാസ്സായി, ഞാൻ ആന്ധ്രാപ്രദേശിലെ ഏതോ ഒരു ജില്ലയിൽ ഇപ്പോൾ സബ് കളക്ടറായിരിക്കുകയാണ്. അതിൻ്റെ അച്ഛൻ അന്ന് എനിക്ക് കാരുണ്യം തന്നതുകൊണ്ടാണ് എൻ്റെ മകൾ ഇങ്ങനെ പഠിച്ചതും വിജയിച്ചതും ഞാൻ ഈ നിലയിലെത്തിയത്. അതിന് ഞാൻ ഈ വാങ്ങിയതിനേക്കാൾ കൂടുതൽ ഞാൻ പാവങ്ങൾക്ക് കൊടുക്കാൻ വില്ലിങ്ങാണ് എന്ന് അദ്ദേഹം ആ സ്ത്രീ ഒരു ലെറ്ററുമായിട്ട് അയച്ചു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ 2025 നവംബർ മാസം 29, 30, ഡിസംബർ മാസം 1-ാം തീയതി നമ്മൾ മൈസൂരിൽ വെച്ച് SNDP യോഗത്തിൻ്റെ ഒരു ലീഡേഴ്സ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ലീഡേഴ്സ് മീറ്റിംഗ് ഉണ്ടായിരുന്നപ്പോൾ നമ്മുടെ ആരാധനായ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം പറഞ്ഞു, എനിക്ക് 88 വയസ്സായി. എനിക്ക് 88, എനിക്കല്ല, എനിക്ക് 38ആണ്. എനിക്ക് 88 വയസ്സായി. വെള്ളാപ്പള്ളി നടേശനാണ് 88 വയസ്സ്. ആ 88 വയസ്സായി അദ്ദേഹം പറഞ്ഞു, എനിക്ക് എൻ്റെ സമുദായത്തിലെ ആളുകളെ, താഴേക്കടയിലുള്ള ആളുകളെ വിദ്യാസമ്പന്നരാക്കി ഉയർന്ന പദവിയിലേക്ക് കൊണ്ടുവരണം. അതിന് നിങ്ങൾ എല്ലാവരും SNDP യോഗത്തിലുള്ള ലീഡേഴ്സ് എല്ലാം അതിന് മുൻഗണന എടുക്കണം എന്ന് പറഞ്ഞ് അവിടെ അനൗൺസ്മെന്റ് ചെയ്തു. അപ്പോൾ ഈ 3 ദിവസത്തെ പ്രോഗ്രാമിൽ തന്നെ എല്ലാവരും വിചാരിച്ചു ഈഴവ സമുദായത്തിൽ IAS IPS തലത്തിലുള്ള ആളുകൾ വളരെ കുറവാണ്, അവർക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നാൽ തന്നെയും അവരെ യൂട്ടിലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി അച്ഛനമ്മമാർ കൊടുക്കുന്നില്ല. അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം ഈ പെൻഷനേഴ്സ് കൗൺസിൽ എന്ന ഒരു പോഷക സംഘടനയുണ്ട് SNDP യോഗത്തിൽ. ഈ പെൻഷനേഴ്സ് കൗൺസിലിനെ ആ ചുമതല ഏൽപ്പിച്ചുകൊണ്ട്, അതിലെ പെൻഷനേഴ്സ് കൗൺസിൽ എന്ന് പറഞ്ഞാൽ IAS IPS DSP SP പെൻഷനായ ആളുകൾക്ക് ഈ സമുദായത്തിലെ നമ്മുടെ ആളുകളെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം അവർക്ക് ചാർജ് കൊടുത്തുകൊണ്ട് കേരളം മുഴുവനും ഇപ്പോൾ പെൻഷനേഴ്സ് കൗൺസിൽ ടാലന്റ് ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ പാഠശാല യൂണിയനിലും ഈ ടാലന്റ് ടെസ്റ്റ് നടത്തിയുണ്ടായി. 41 കുട്ടികൾ ഇപ്പോൾ +2, 9, 10, 11, 12 PG തുടങ്ങിയ ക്ലാസ്സുകളിൽ പഠിച്ചവരും പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കുമായിട്ട് ക്ലാസ് ടെസ്റ്റ് നടത്തി. അതിൻ്റെ പേരിൽ ടെസ്റ്റിൻ്റെ റിസൾട്ട് ഈ വരുന്ന 3-ാം തീയതി പാഠശാല പരശുക്കൽ കോയിക്കൽ കല്യാണ മണ്ഡപത്തിൽ വെച്ച് ആരാധനായ പല ആളുകളും വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടുകൂടി വലിയൊരു മീറ്റിങ്ങും അതൊരു ക്ലാസ് വലിയ വിദഗ്ധരായ ആളുകളുടെ ക്ലാസ് നടക്കുകയാണ്. അത് എന്തിനാ? നമ്മുടെ ആളുകളെ ഉന്നത പദവിയിലേക്ക് കൊണ്ടുപോയി ഏത് ഓഫീസിൽ പോയാലും അത് രാജേന്ദ്രൻ കൗൺസിലറുടെ മറ്റുള്ളവർ പേര് പറഞ്ഞില്ല എന്ന് പശ്ചാത്തലിക്കുന്നത് എനിക്ക് പേര് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് പറയുന്നത്. അതിഥിൻ്റെ ആയുധം ഇപ്പോൾ പറഞ്ഞതുകൊണ്ട് ഞാൻ അവരുടെ പേരെടുത്ത് പറഞ്ഞതാണ്. അതിനൊരു ഇഷ്യൂ ആയിട്ട് പറയരുത്. അപ്പോൾ എന്തായാലും അങ്ങനെ നമ്മളെ ആളുകളെ ഉയർത്തി കൊണ്ടുവരാനുള്ള ഒരു SNDPയുടെ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് നിങ്ങളുടെ പൂർണ്ണ സഹകരണവും പിന്തുണയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായ സംരംഭത്തിൽ സംബന്ധിക്കുവാൻ ഒരുക്കി തന്ന ഇതിൻ്റെ സംഘാടക സമിതിയോടും സഹപ്രവർത്തകരോടും എൻ്റെ അകമഴിഞ്ഞ നന്ദിയും കടപ്പാടും ആദരപൂർവ്വം അറിയിച്ചുകൊണ്ട് ഈ അച്യുതൻ കോൺട്രാക്ടർ ഫൗണ്ടേഷൻ ഇനിയും നാൾക്ക് നാൾ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലോട്ട് ഉയരുവാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും ജഗദീശ്വരൻ തരട്ടെ എന്നും ഇതിപ്പോൾ കുറച്ചിട്ടുള്ള തിരുവാതിര എല്ലാ പരിപാടികളോടുകൂടി ഉന്നതമായ മീറ്റിങ്ങുകൾ നടത്തുവാനുള്ള സാഹചര്യം സർവീസിന് ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ പൂർണ്ണമാക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ നന്ദി. പ്രിയമുള്ള കുടുംബങ്ങളെ, യേശുവിൻ്റെ 5ാമത് കുടുംബ ആഘോഷ വേളയിലാണ് നമ്മളെല്ലാവരും വളരെ ആവേശത്തോടുകൂടി പ്രസംഗങ്ങൾ കേട്ട് അങ്ങനെ ഇരിക്കുന്നത്. രൂപീകരണമാകുന്നത് 2019 തുടർന്ന ഉദ്ഘാടനം ഇതേ വേദിയിൽ 2019 വളരെ മഹാസംഗമമായി ഇവിടെ നടക്കുകയുണ്ടായി. 2019 സംഘടന ഇവിടെ നമ്മുടെ ഒത്തുകൂടുമ്പോൾ
ആ സംഘടന, ആ കുടുംബ സംഘടന എങ്ങനെ ആയിരിക്കും എന്നുള്ളത് സംഘടകർക്കോ വരുന്നവർക്കോ ഒരു നിശ്ചയമില്ലായിരുന്നു. പക്ഷേ അതൊരു വലിയൊരു സംഭവമായി മാറി. ഭയങ്കര ആവേശത്തോടു കൂടിയാണ് നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാവരും ആ കുടുംബ സംഗമത്തെ വരവേറ്റത്. തുടർന്ന് നമ്മുടെ പ്രിയങ്കനായിട്ട് അന്ന് നേതൃത്വം കൊടുത്ത പ്രിയങ്കനായിട്ടുള്ള ശ്രീ ഗോപൻ അദ്ദേഹം നമ്മളെ വിട്ടു പിരിയുകയും പിന്നെ കൊറോണ അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിൻ്റെ പേരിൽ കൊറോണയുമായി ബന്ധപ്പെട്ട് നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ വയ്യാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്ന സാഹചര്യവും കൊണ്ട് 2 വർഷം നമുക്ക് പ്രോഗ്രാം നടത്താൻ കഴിഞ്ഞില്ല. തുടർന്ന് വീണ്ടും 2022 തികച്ചും വളരെ ശക്തിയോടുകൂടി തന്നെ വളരെ ആവേശത്തോടുകൂടി തന്നെ രണ്ടാമത് കുടുംബസംഘം ഒന്നാമതിനെക്കാട്ടി ഏറ്റവും മികച്ച രീതിയിൽ രണ്ടാമതോട്ട് നടത്താൻ നമുക്ക് കഴിയും. അതിന് നേതൃത്വം കൊടുത്ത പ്രിയങ്കനായിട്ടുള്ള സോഴ്സ് അവരെ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. 2ഉം 3ഉം കുടുംബസംഗമത്തിന് മികച്ച അതായത് കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുത്ത പ്രിയങ്കരായിട്ടുള്ള ശ്രീ സോഴ്സ് അവരുടെ വേർപാട് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഈ കുടുംബത്തിൻ്റെ ഐക്യത്തിനും ഒത്തൊരുമയ്ക്കും ഈ കുടുംബസംഗമം എന്നും എപ്പോഴും ഉണ്ടാകണം. അതിന് എല്ലാവരുടെ സഹായത്തോടു കൂടി ഒത്തൊരുമയോടു കൂടി എന്നും അത് കാണണമെന്ന് ആഗ്രഹിക്കുന്ന വലിയ മനസ്സിലുടമയാണ് ശ്രീ സോഴ്സൻ. അദ്ദേഹത്തിൻ്റെ വേർപാട് നേരത്തെ പറയുമ്പോൾ തന്നെ ശ്രീ ഗോപൻ നായനാണ് ഈ സംഘടന രൂപീകരിക്കുന്നതിന് വേണ്ടി മുൻകൈയെടുത്ത് അവർ രണ്ടുപേരെയും മറന്നുകൊണ്ട് നമുക്ക് ആർക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുപോലെ തന്നെ സുഹൃത്സംഘം നമ്മളെ വിട്ടുപിരിയുന്നത് 3ാമത്തെ കുടുംബസംഗമം കഴിഞ്ഞ് 1 മാസം കഴിയുമ്പോഴാണ് അദ്ദേഹം നമ്മെ വിട്ടുപിരിയുന്നത്. അതിനുശേഷം പ്രിയങ്കരായിട്ടുള്ള കുടുംബാംഗങ്ങൾ ശ്രീ ഗോപി പണിക്കർ കാട്ടാക്കട, അതേപോലെ തന്നെ പ്രിയങ്കരനായിട്ടുള്ള സൗന്ദര്യം നല്ല സ്നേഹമുള്ളായിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം നമ്മുടെ അതിനോടൊപ്പം മരണപ്പെട്ടു. അതിനുശേഷം ശ്രീ അമ്പിളി ശിവകുമാർ, നമുക്കറിയാം അമ്പിളി ശിവകുമാറിനെ നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ കുടുംബത്തിൻ്റെ ഏറ്റവും പ്രിയനായിരുന്നു അമ്പിളി ശിവകുമാർ. 55 വയസ്സ് പ്രായമാകുമ്പോൾ തന്നെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് അദ്ദേഹം നഷ്ടപ്പെട്ടു പോവുകയാണ്. അതിനുശേഷം വീണ്ടും നമ്മുടെ ഈ ACF സംഘടന തുടക്കം മുതൽ അതിൻ്റെ കലാപരിപാടികൾക്ക് പ്രത്യേകിച്ച് തിരുവാതിരയ്ക്ക് നേതൃത്വം കൊടുത്ത നമ്മുടെ ശീല ചേച്ചി നമുക്ക് മറക്കാൻ കഴിയില്ല. ഈ കലാപരിപാടി എന്ത് നടന്നാലും അതിൻ്റെ തുടക്കം അത് എങ്ങനെ ആയിരിക്കണം, എങ്ങനെ ആകണം, അതിനായിട്ടുള്ള ശീല ചേച്ചിയുടെ വേർപാട് നമ്മുടെ ഈ വിഷമം നമ്മളിനോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. അതിനുശേഷം പ്രിയമുള്ളവരെ ഇവരെല്ലാം ഈ പ്രശ്നങ്ങളെല്ലാം 4 മരണങ്ങൾക്ക് ശേഷം നമ്മുടെ 4ാമത് കുടുംബസംഗമം നടക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ 1, 2, 3 കുടുംബസംഗമത്തിനാൽ മികച്ച രീതിയിൽ 4ാമത്തെ കുടുംബസംഗമം നമുക്ക് നടത്താൻ കഴിയും. അത് തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാവരുടെയും കൂട്ടായ്മയും ഐക്യവും ഒത്തൊരുമയുടെയും ഫലമായിട്ട് 4ാമത്തെ കുടുംബസംഗമം വളരെ മനോഹരമായി നമുക്ക് നടത്താൻ കഴിഞ്ഞു. ഈ 4 കുടുംബസംഗമങ്ങൾക്കും നമ്മുടെ കുടുംബത്തിൻ്റെ ഐക്യത്തിൻ്റെ ഒത്തൊരുമയുടെ പ്രതീകമായ തിരുവാതിര ഉണ്ടായിരുന്നു. ആ തിരുവാതിരയുടെ നഷ്ടം ഇപ്പോൾ നമ്മൾ ഓർക്കുകയാണ്. അത് കളിച്ചവർക്കെല്ലാം അതിൽ പങ്കെടുത്തവർക്കെല്ലാം തീർച്ചയായിട്ടും നിരാശ ഉണ്ടാകാം. പക്ഷേ നേരത്തെ നമ്മുടെ ഉദ്ഘാടനം കൂടിയായ പ്രിയങ്കനായിട്ടുള്ള ശ്രീ രാജേന്ദ്രൻ അവർ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ചന്ദ്ര ചേച്ചിയുടെ മരണവും അതുപോലെ തന്നെ നമ്മുടെ ബാബുവിൻ്റെ മരണവും അതുപോലെ തുടർന്ന് തൊട്ടടുത്ത് നമ്മുടെ ഏപ്രിൽ 23-ാം തീയതി നമ്മുടെ പ്രിയങ്കരായിട്ടുള്ള ശ്രീ മധുവണ്ണൻ്റെ മകളുടെ കല്യാണം നടന്നത്, ഒരു മംഗളകാര്യം നടന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് എല്ലാവർക്കും ഈ തിരുവാതിരയിൽ പങ്കെടുക്കുന്നവർക്ക് എല്ലാവർക്കും ഈ ഒരു റിഹേഴ്സലിന് വേണ്ടി ഒത്തൊരുമിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം കണക്കാക്കിയാണ് തിരുവാതിര ഈ പ്രാവശ്യം ഇല്ലായിരുന്നത്. അടുത്ത പ്രാവശ്യം തീർച്ചയായിട്ടും വളരെ നേരത്തെ തന്നെ അനൗൺസ് ചെയ്തുകൊണ്ട് നമ്മുടെ കുടുംബത്തിൻ്റെ ഐക്യത്തിൻ്റെ ഒത്തൊരുമയുടെ പ്രതീകമായ തിരുവാതിര വളരെ മനോഹരമായി ഇവിടെ അവതരിപ്പിക്കും എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ 1, 2, 3, 4 കുടുംബസംഗമം എങ്ങനെയായും അതിലും മികച്ച രീതിയിൽ 5ാമത് കുടുംബസംഗമം ഏറ്റവും മികച്ച രീതിയിലൂടെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഈ പങ്കെടുത്ത മുഴുവൻ ആൾക്കാരും ഈ പ്രോഗ്രാം തീരുന്നവരെ സന്നിധിയിലായിരുന്നിട്ട് അടുത്ത കൊട്ടിക്കലാശം, നമുക്കറിയാം കൊട്ടിക്കലാശത്തിൽ എല്ലാവരും പങ്കെടുത്ത് ആർപ്പുവിളിയോടുകൂടി വൻ വിജയമാക്കിയിട്ട് ഇവിടെ നിന്ന് പോകണമെന്ന് മാത്രം വളരെ സ്നേഹപൂർവ്വം അറിയിച്ചുകൊണ്ട് ഇവിടെ ഈ കുടുംബസംഘത്തിൽ വന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. വൈകുന്നത് വരെ നല്ല പ്രോഗ്രാമുകളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് കേട്ടോ. നമ്മുടെ കുടുംബാംഗങ്ങൾ തന്നെയാണ്, ഓരോരുത്തരും ഒന്നിനൊന്നിന് മികച്ചവരാണ്. അത് കാണാനൊക്കെ നല്ല ഇഷ്ടമുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അത്യാവശ്യമായതുകൊണ്ട് നിർത്തിപ്പോകേണ്ടി വരും. അതുകൊണ്ട്
ഇരിക്കുന്ന സമയം വരെയുള്ളതാണ് ഞാൻ എടുക്കുന്നത് വീഡിയോ. മുതിർന്ന കുടുംബാംഗങ്ങളെ ആദരിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ കൊച്ചിനാണ് 4 ആണുങ്ങളിൽ ഒരാളെ ഉള്ളൂ ഇപ്പോൾ. അടുത്തതായി യശോദ കുഞ്ഞമ്മയെ ആദരിക്കുന്നതിലേക്ക് രക്ഷാധികാരി ക്ഷണിക്കുന്നു. 5 അപ്പച്ചിമാരിൽ ഒരപ്പച്ചേ ഇപ്പോൾ ഉള്ളൂ. ഏറ്റവും ഇളയ അപ്പച്ചിയാണ്. മുത്തപ്പച്ചിയുടെ മകനാണ് ആദരിക്കുന്നത്. കൗൺസിലറാണ്. അടുത്തതായി പത്ര കൗൺസിലർ. വസന്തമാമിയെ ആദരിക്കാൻ വേണ്ടി നമ്മുടെ രക്ഷാധികാരി ക്ഷണിക്കുന്നു. ഏറ്റവും കൊച്ചിച്ചൻ്റെ വൈഫാണ്. കൊച്ചിച്ചനല്ല, ഞമ്മയാണ്. അടുത്തതായി നമ്മുടെ ജയചേട്ടനെ ആദരിക്കുന്നതിനായി രക്ഷാധികാരി ക്ഷണിക്കുന്നു. എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. അറിയാലോ, പാറശാല യൂണിയൻ്റെ അഡ്മിനിസ്ട്രേറ്ററാണ്. എൻ്റെ ഹസ്ബൻഡാണ്. ഞങ്ങളിവിടെ എൻ്റെ കുടുംബ സംഗമത്തിൽ പങ്കെടുക്കാൻ എത്തിയതാണ്. അദ്ദേഹത്തെ ആദരിക്കുകയാണ്. SNDP യോഗം പാറശാല യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ. എല്ലാവരും ആദരിച്ച രക്ഷാധികാരി ആദരിക്കുന്നതിലേക്കായി നമ്മുടെ പ്രസിഡന്റ് ശ്രീ ബിനുവിനെ ക്ഷണിക്കുന്നു. എൻ്റെ അച്ഛൻ്റെ കുടുംബത്തിലെ കുടുംബ സംഗമമാണ് കാണുന്നത്. മൂന്ന് അപ്പച്ചിമാരെ മക്കളാണ് 3 പേരും. പ്രിയമുള്ളവരെ, അടുത്തത് നമ്മുടെ കുടുംബാംഗങ്ങൾ അവതരിക്കുന്ന കലാപരിപാടികളാണ്. കലാപരിപാടി നമ്മുടെ മതോണിൻ്റെ അനുമോദിക്കുന്നതിലേക്കായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ മാസം കല്യാണം കഴിഞ്ഞ് കുടുംബത്തിലെ അംഗങ്ങളാണ്. നവദമ്പതികളാണ്. അവരെ കാണും. ആരംഭിക്കുന്നതിലേക്കായി നമ്മുടെ കുടുംബാംഗനായ ഡോക്ടർ നിതിനെ ക്ഷണിക്കുന്നു. ഓർക്കണ്ടില്ല, ശ്രദ്ധിച്ചില്ല.
സ്വാമിക്ക് ആത്മാവല്ലയോ സ്വാമിയേ എന്നെ സ്വരപൂജാമലരാക്കി സാമവേദനാവിലുണർത്തിയ സ്വാമിയേ എന്നെ സ്വരപൂജാമലരാക്കി തത്വസിപ്പുരുടെ നിന്റെ സത്യതയാ നീക്കിയേ ഈ കൽപ്പാന്തീരൽ ഇരുമുടി നിറയുമീ ദുരിതം ഒഴിയണേ ഇടപരശാന്തിതൻ അമൃതം ഉരുളണേ മനസാകും പുലിനേരെ വാഴണേ ജന്മശരീരയ്ക്ക് നാവിലുണർത്തിയ സ്വാമിയേ എന്നെ സ്വരപൂജാമലരാക്കി തീർക്കണേ ഡോക്ടർ നിതിൻ പാടിയ ഭക്തിഗാനമാണ് നിങ്ങൾ കേട്ടത്. ഇത് രണ്ടാമത്തെ അപ്പച്ചിയുടെ മകൻ്റെ മരുമകനാണ്. അശ്വതിയും ഡോക്ടർ നിതിനും പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. രണ്ടാമത്തെ അപ്പച്ചിയുടെ മകൻ സുദർശന അണ്ണൻ്റെ മകളാണ് ഡോക്ടർ അശ്വതി. രണ്ടാമത്തെ സഹോദരൻ്റെ മകളാണ്.
അച്ഛനും വലിയമ്മയും അപ്പച്ചിമാരെ നിരന്നിരിക്കുകയാണ്. അച്ഛന്മാരും അച്ഛന്മാരൊക്കെ ഇവരുടെ ഫാമിലിയാണ്. സംഘാടകരാണ് ഇതിൻ്റെ. രണ്ടുപേരും എൻ്റെ സഹോദരൻ അപ്പച്ചിരമ്മ സഹോദരന്മാർ നമ്മളെ പോയി എല്ലാവരും കഴിഞ്ഞ വർഷം ഞങ്ങളെ വിട്ടുപിരിഞ്ഞ സഹോദരങ്ങളാണ്. ബന്ധപ്പെട്ട എല്ലാവരും കുഞ്ഞമ്മയും കൊച്ചനുമാണ് കേട്ടോ. അച്ഛൻ്റെ അനിയനും വൈഫും. എൻ്റെ അച്ചാച്ചൻ്റെ ഫോട്ടോയാണ് ഈ ബാൾജിൽ വെച്ചിട്ടുള്ളത്.